ഹലോ എവരി വൺ. അപ്പോൾ നമ്മളിന്ന് തും ജിയോ ഹസാരോം സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗവും അതിൻ്റെ ആക്ടിവിറ്റിയുമാണ് കേട്ടോ നോക്കുന്നത്. ഓക്കെ, ഷിറാസ് ഹുസൈൻ എഴുതിയ ഒരു കഹാനിയായിരുന്നു. നിമ്മിയുടെ ബർത്ത്ഡേ. നിമ്മിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. ആ ഗിഫ്റ്റിൽ അവൾക്ക് ഒരു വിനോദ് അങ്കിൾ കൊടുത്തൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടായിരുന്നു. ആ കാർഡമ്മൽ എഴുതിയ 2 വരി കവിത. ആ കവിതയുടെ അർത്ഥം മനസ്സിലാവാതെ അവളുടെ മുത്തശ്ശൻ്റെ അടുത്ത് പോയി. മുത്തശ്ശൻ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ബാക്കി കൂടെ നോക്കാം. ओ समझी बढ़िया बात लगी है, निम्मी बोली. हाँ सो तो है. यह कविता बल्कि यह शेर मिर्ज़ा गालिब ने लिखा है. नाना ने उसके हाथ से कार्ड लेते हुए कहा. അപ്പോൾ നിമ്മിക്ക് മുത്തശ്ശനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നിമ്മിക്കെല്ലാം മനസ്സിലായി. അപ്പോൾ അവൾ പറയാണ് നല്ല ഒരു കവിത നിമ്മി പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ ഈ കാർഡ് നിമ്മിക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയാണ്, എന്താണ് ഈ കവിത എഴുതിയത് ആരാണ്? മിർസ ഗാലിബ് എന്ന് പറയുന്ന ഒരു കവി എഴുതിയ കവിതയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കാർഡ് തിരിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശൻ. അരേ നാനു അബ് യഹ് ഷേർ ബനാനെ വാലെ ഗാലിബ് കഹാം സെ ആ ഗയേ? ഗാലിബ് നഹീ ഗാലിബ്, യേ ഉറുദു ഭാഷ കെ ഷായർ ദേ. അപ്പോൾ നിമ്മി നാന അല്ലേ മുത്തശ്ശനോട് ചോദിക്കുകയാണ്, നാനു ഈ കവിത എഴുതിയ ഗാലിബ് എവിടുന്നാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഗാലിബല്ല, ഗാലിബ് അത് ഉറുദു ഭാഷയിലെ വലിയൊരു കവിയാണ്. ഉറുദു ഭാഷയ്ക്ക് ഷായർ ദേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശൻ. शायर की कविता में कई सारी दो लाइन्स होती है. ये 2 लाइन्स ही शेर कहलाती है. 2 ലൈനായിട്ട് എഴുതുന്ന കവിതയാണ് ഷേർ എന്ന് പറയുന്നത്. ഷായർ की कविता में कई सारी दो लाइन्स होती है. वे 2 लाइन्स ही शेर कहलाती है. ജൈസെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. തും ജിയോ ഹസാരോം സാൽ സാൽ കെ ദിൻ ഹോ 50,000. നമ്മൾ പഠിച്ചത് അല്ലേ? നിങ്ങൾ 1000 വർഷം ജീവിക്കട്ടെ, വർഷത്തിൽ 50,000 ദിവസം ഉണ്ടാവട്ടെ. അതാണ് ആ 2 ലൈനാണ് നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് എഴുതിയതാണ് മിർസ ഗാലിബ്, ഉറുദു ഭാഷയിലെ വലിയൊരു കവിയാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളെ നിമ്മിയുടെ മുത്തച്ഛൻ നാന. कहते हुए नाना उठ गए हुए. निम्मी ने एकदम उनका रास्ता रोका और बोली, नाना कोई और शेर की बात बताओ ना. ഇത് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ എഴുന്നേറ്റു. അപ്പോൾ നിമ്മി മുത്തശ്ശനെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പറയാണ്, മുത്തശ്ശ എനിക്കിതുപോലെ വേറെ ഷെയറൊക്കെ പറഞ്ഞു തരുമോ? അച്ഛാ ഗാലിബ് കി ഹി ബാത്ത് ബത്താദോ, മേരാ മത്ലബ് ഗാലിബ് കി. എന്താണ്, അല്ലെങ്കിൽ വേണ്ട, ഈ ഗാലിബിൻ്റെ തന്നെ ഒരു ഷെയറിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് ഗാലിബിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അരേ അബ് ബാദ് മേ സുനാവുങ്ക, അഭി മുझे ജരാ സബ്ജി ലേനെ ജാനാ ഹേ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഞാൻ നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അതോടെ നമ്മുടെ ഈ നിമ്മിയുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി നോക്കാം. ഇത് നമ്മളെ ടെക്സ്റ്റിൻ്റെ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ് കേട്ടോ. 2 ഉണ്ട്. ഫസ്റ്റ് വൺ, मदर तेरेसा, अमीर खुसरो या गांधी जी ये लोग आज जिंदा नहीं है, पर इन्हें सब आज भी याद रखते हैं क्यों? അതായത് മദർ തെരേസയും അമീർ ഖുസ്രു ഗാന്ധിജിയൊന്നും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല, പക്ഷേ ഇന്നും നമ്മൾ അവരുടെ ഓർമ്മകൾ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം.
आंसर क्योंकि वे अपने लिए नहीं दूसरों के लिए जिए हैं. अपने कर्म और विचार के नाम पर हम उन्हें आज भी याद करते हैं. എന്തുകൊണ്ടെന്നാൽ ഇവരൊക്കെ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടല്ല, അവർ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ദൂസരോം കേലിയെ ജിയേ ഹെ. അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളുടെയൊക്കെ പേരിലാണ് നമ്മൾ ഇന്നും അവരെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാനാ कोई और शेर की बात बताओ ना. यहाँ निम्मी का कौन सा मनोभाव प्रकट होता है. നിമ്മി മുത്തശ്ശനോട് പറയുന്നുണ്ട് എനിക്ക് ഇതുപോലെ വേറെ ഷേറിനെ കുറിച്ച് പറഞ്ഞു തരുമെന്ന്. അപ്പം ഇവിടെ നിമ്മിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാവുന്നത്? ആൻസർ യഹാം ഉസ്കെ ജ്ഞാനാർജൻ കാ മനോഭാവ് ബി പ്രകട ഹോത്താ ഹേ. ഇവിടെ നിമ്മിയുടെ അറിവ് നേടാനുള്ള ആഗ്രഹം, ജ്ഞാനാർജൻ, ആ ഒരു മനോഭാവമാണ് പ്രകടമാകുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് കേട്ടോ. കഹാനി കെ ആധാർ പർ താലികാമേ സഹി യാ ഗലത്ത് ലിഖേ. നമ്മുടെ ഈ സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് ഇവിടെ കുറച്ച് ഇത് തന്നിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാനാണ്. നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദരത. നിമ്മിക്ക് അങ്കിള് കൊടുത്ത ബർത്ത്ഡേ കാർഡ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ശരിയാണോ തെറ്റാണോ? സഹി ഓർ ഗലത്ത്? അത് സഹിയാണല്ലേ, നല്ല ഭംഗിയുള്ള കാർഡാണ് അങ്കിള് കൊടുത്തത്. അടുത്തത് നാനാനെ നിമ്മിക്കോ ടാണ്ട. മുത്തശ്ശൻ നിമ്മിയെ ചീത്ത പറഞ്ഞു. അതെന്താണ്? ഗലത്ത്. ബർത്ത്ഡേ കാർഡ് പർ ഷേർ ലിഖാത. ബർത്ത്ഡേ കാർഡുമേ ഒരു ഷേർ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് സഹിയാണ്. നിമ്മീനെ നാനാക്കോ കാർഡ് ദിഖായ. നിമ്മി മുത്തശ്ശനക്ക് കാർഡ് കാണിച്ചു കൊടുത്തു, സഹി. വിനോദ് അങ്കിളിനെ നിമ്മിക്കോ ഖിലൗനെ ദിയെ. വിനോദ് അങ്കിള് നിമ്മിക്ക് കളിപ്പാട്ടമാണ് കൊടുത്തത്, അത് തെറ്റാണല്ലേ, ഗലത്ത്. വിനോദ് അങ്കിള് കാർഡാണ് കൊടുത്തത്. മഹാത്മാവോं की याद हमेशा रखी जाती है. അത് ശരിയാണല്ലേ, മഹാത്മാക്കളുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കും. അപ്പോൾ അതാണ് ആ ആക്ടിവിറ്റി. സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവും. റീഡ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് സഹി മിലാൻ കർക്കെ വാക്യ ബനായേ. ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് യോജിപ്പിച്ചിട്ട് സെൻറ്റൻസ് രൂപത്തിൽ എഴുതാൻ. ഫസ്റ്റ് കോളത്തിൽ മിർസ ഗാലിബ് ദുനിയാ ഹമേ ഷേർ മേ ഹസാരോ സാൽ. ഇപ്പുറത്തെ കോളത്തിൽ കോൻ ജീത്താ ഹേ ദോ ദോ ലൈൻസ് ഹോത്തി ഹേ ഉറുദു കെ ഷായർ ദേ ഹമേഷ യാദ് രഖേ. അപ്പോൾ ഇത് ശരിയാക്കിയിട്ട് സെൻറ്റൻസ് രൂപത്തിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? മിർസ ഗാലിബ് ഉറുദു കെ ഷായർ ദേ ദുനിയാ ഹമേ हमेशा याद रखे. शेर में 2 लाइन्स होती है. हज़ारों साल कौन जीता है. नेक्स्ट एक्टिविटी. बर्थडे कार्ड की विशेषताओं पर निम्मी और सहेली रीना के बीच बातें होती है. वह बातचीत तैयार करे. ഈ ബർത്ത്ഡേ കാർഡിനെ പറ്റിയിട്ട് നിമ്മിയുടെ ഫ്രണ്ടായിട്ടുള്ള റീനയോട് പറയാണ്. ആ ഒരു കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് നിമ്മി നമസ്തേ. റീന നമസ്തേ നിമ്മി സബ് തോഹഫോം ഗോൽ കർ ദേക്ക. നമസ്തേ നിമ്മി, നിനക്ക് കിട്ടിയ എല്ലാ സമ്മാനങ്ങളും നീ തുറന്ന് നോക്കിയോ? നിമ്മി ഹാ ദേക്ക, ഞാൻ നോക്കി. റീന സബി പസന്തായ. നിനക്ക് നല്ല ഇഷ്ടപ്പെട്ടോ എല്ലാം? നിമ്മി ഹാ ബർത്ത്ഡേ കാർഡ് മുझे बहुत പസന്തായ. അപ്പോൾ നിമ്മി പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബർത്ത്ഡേ കാർഡാണ്. റീന വഹ് ബർത്ത്ഡേ കാർഡ് കോൻ ദേത്താ ഹേ. ആ ബർത്ത്ഡേ കാർഡ് ആരാ തന്നേ? നിമ്മി മേരാ വിനോദ് അങ്കിൾ
ഉന്മേ ഏക്ക് ഷേർ ലിഖാ ഹെ, എൻ്റെ വിനോദ് അങ്കിളാണ് അത് തന്നത്. അതിന്മേൽ എന്തെഴുതിയിട്ടുണ്ട്? ഒരു ഷേർ എഴുതിയിട്ടുണ്ട്. റീന ഷേർ മത്ലബ്, അപ്പോൾ റീനക്ക് അറിയില്ല ഷേർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ റീന ചോദിക്കുകയാണ് ഷേർ എന്ന് പറഞ്ഞാൽ എന്താ? നിമ്മി കവിതാക്കോ ദോ ലൈൻസ്. നിമ്മി പറഞ്ഞു കൊടുക്കുകയാണ് ഷേർ എന്ന് പറഞ്ഞാൽ രണ്ട് വരിയായിട്ട് കവിത എഴുതണേനെയാണ് ഷേർ എന്ന് പറയുന്നത്. കവിതാക്കോ ദോ ലൈൻസ്. റീന കിസ്ക ഷേർ ഹേ, ആരെഴുതിയ ഷേറാണ്? നിമ്മി ഉറുദു കവി ഗാലിബ് കി. നിമ്മി എന്താണ് പറഞ്ഞത്? ഉറുദു കവി ഗാലിബ് എഴുതിയ ഷേറാണ്. അപ്പോൾ റീന പറയാണ് ഓ സമച്ചി, എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അപ്പോൾ ഇവർ രണ്ട് പേരും തമ്മിലുള്ള കോൺവെർസേഷനാണ് കേട്ടോ ഈ ആക്ടിവിറ്റി. കോൺവെർസേഷന് നമ്മളൊരു പുതിയ വേർഡ് കൂടെ പഠിച്ചു അല്ലേ, ബാത്ചിത്ത്. അപ്പോൾ അത് മറക്കരുത്. മുന്നേ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട് എന്താണ് വാർത്താലാപ് എന്ന് പറഞ്ഞാലും ബാത്ചിത്ത് എന്ന് പറഞ്ഞാലും കോൺവെർസേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ബാത്ചിത്ത് കെ ആധാർ പർ റോൾ പ്ലേ പ്രസ്തുത് കരെ. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് കാണിക്കാം. അപ്പോൾ ഈ വാർത്താലാപം ഉണ്ടല്ലോ, ഈ കോൺവെർസേഷൻ നിമ്മിയും റീനയും തമ്മിലുള്ള, അത് നിങ്ങൾ ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ, ഒരാൾ നിമ്മിയും ഒരാൾ റീനയൊക്കെ ആയിട്ട് അഭിനയിച്ച് പഠിക്കാം. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററും ഇതിലെ ആക്ടിവിറ്റിയും. നല്ല സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക, പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.